അപ്പം ഞാനിങ്ങനെ ഒരു ന്യൂസ് കണ്ടിരുന്നു. NHS-ൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ പേര് ചിന്നു ആണെന്ന് തോന്നുന്നു. ചിന്നു ഓർക്കുന്നില്ല പേര് ശരിക്കും. അപ്പം 4ാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും മരിച്ചുപോയി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഡെലിവറിക്ക് നോർമൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. മിഡ് വൈഫ് കാണാൻ വന്നപ്പോഴത്തേക്കും എന്തോ അസ്വസ്ഥതകൾ കാരണം ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ NHS-ൽ ഉണ്ടായ അനുഭവം, NHS-ലല്ല എൻ്റെ ഡെലിവറിക്ക് ഉണ്ടായ അനുഭവം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെയും ഇതേപോലെ പറഞ്ഞ പോലെ 4ാമത്തെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു 4ാമത്തെ ആയതുകൊണ്ട് വേഗം തന്നെ വരും, അധികം മീൻസ് ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല എന്നൊക്കെ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. കാരണം എൻ്റെ 2ാമത്തെ 3ാമത്തെ ഒക്കെ ഡേറ്റ് വരെ ഒന്നും വെയിറ്റ് ചെയ്യാതെ വന്നതാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ആദ്യത്തെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ഡേറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് 40 ആഴ്ചയായിട്ടും വരുന്നുണ്ടായില്ല. അപ്പോൾ എനിക്ക് ഇതിന് മുന്നേയായിട്ട് നമ്മൾ മിഡ് വൈഫിനെ ഇടയ്ക്ക് കാണാൻ പോകുമായിരുന്നു. അപ്പോൾ കാണാൻ പോയപ്പോഴത്തേക്കും മിഡ് വൈഫ് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ മിഡ് വൈഫിനോട് ചോദിച്ചു, ഞാൻ വാട്ടർ ബ്രത്ത് ആയിരുന്നു പ്രിഫർ ചെയ്തത്. അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇങ്ങനെ എപ്പിസോട്ടമൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അത് തന്നെ റപ്ചർ ആവും, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ OT-യിൽ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ഇടും എന്നൊക്കെ. അപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയി അത് കേട്ടപ്പോഴത്തേക്കും. പിന്നെ ഒന്നാമത് എനിക്ക് BP കൂടുതലായിരുന്നു. പിന്നെ അങ്ങോട്ട് ലാസ്റ്റിൽ എനിക്ക് അങ്ങോട്ട് BP എപ്പോഴും കൂടുതലായിരുന്നു. അപ്പം ഞാൻ 40 വീക്സ് ആകുമ്പോഴാണ് ഇവിടെ സ്വീപ്പിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യും. അപ്പോൾ ഇതെനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ ഈ 3ലും എനിക്ക് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് സ്വീപ്പിംഗ് ചെയ്യാനായിട്ട് ഞാൻ പോകുമ്പോഴാണ് BP കൂടുതലാണെന്ന് പറഞ്ഞ് എന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട്, അഡ്മിറ്റ് ആക്കണമല്ല, ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഇൻഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യത്തെ ദിവസം പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും പെയിൻ തുടങ്ങിയപ്പോഴത്തേക്കും മറ്റേ നമ്മളെ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് കുറയുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ എമർജൻസി അവർ അടിച്ചു, ആൾക്കാരെല്ലാം വന്നു. എന്നിട്ട് എന്നെ ഇവിടെ എമർജൻസി ആയിട്ട് ഡെലിവറി റൂമിൽ ഷിഫ്റ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നിട്ടും ഇതേപോലെ അവർ എൻ്റെ ഫ്ലൂയിഡ് ഒന്ന് റപ്ചർ ചെയ്തിട്ട് ഈ പറയുന്ന പോലെ തന്നെ കൊച്ചു വീണ്ടും ബ്രാഡി അടിക്കാൻ തുടങ്ങി, അതായത് ഹാർട്ട് ബീറ്റ് കുറയാൻ തുടങ്ങി. അപ്പോൾ അവർ പിന്നെ എമർജൻസി അടിച്ചു, എല്ലാവരും വന്നു. എനിക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ പെത്തലിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെയിൻ കാരണം. അപ്പോൾ പെത്തലിനെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഡ്രൗസി ആയിരുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നത് എനിക്കറിയത്തില്ല എന്തൊക്കെയാണ്. അവർ ചോദിക്കുന്നതിനൊക്കെ മറുപടി ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ബോധം വരും, അങ്ങനെയൊക്കെ ഉള്ള ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ വന്നു. അന്നേരം എൻ്റെ അടുത്ത് ഇതിൻ്റെ ഇടയിൽ പുഷ് ചെയ്യാനൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് പറ്റുന്നുണ്ടായില്ല. എന്നാൽ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒരു ഡെലിവറിയിൽ ഇത്രയും ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഇത് എനിക്ക് ഭയങ്കര, ഇവരാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു എന്നെ ഹെൽപ്പ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കെഞ്ചുമായിരുന്നു. അപ്പോൾ എന്നിട്ട് അവസാനം ഡോക്ടേഴ്സൊക്കെ വന്ന് അപ്പോൾ അവർ പറഞ്ഞു എമർജൻസിക്ക് സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ സിസേറിയന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരവും പറയുന്നു വേണ്ട, ഫോസപ്സ് ചെയ്താൽ മതി, എനിക്ക് സിസേറിയൻ വേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് നമ്മളവിടെ OT-യിൽ കൊണ്ട് ഇവരെനിക്ക് സൈനൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു സിസേറിയന് വേണ്ടി. അപ്പോഴും ഞാനിത് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല. ഇടയ്ക്ക് വെച്ച് ഡോക്ടർമാർ എൻ്റെ അടുത്ത് പറഞ്ഞു കൊച്ചിൻ്റെ ഹെഡ് തൊട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഹെഡൊക്കെ തൊട്ട്, അത് കഴിഞ്ഞ് എനിക്ക് ബോധം വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ കിടക്കുകയാണ് അവിടെ. എനിക്ക് ഇവര് സ്പൈനൽ വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ എനിക്ക് കാലൊന്നും ഒന്നും ഫീൽ ആവുന്നില്ല. എനിക്ക് എന്തോ ഇങ്ങനെ പദം പോലെ. ഇപ്പൊ ഞാനിങ്ങനെ തൊട്ട് എന്റെ കാലാന്നൊക്കെ മനസ്സിലായി. എങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് അപ്പൊ എനിക്ക് മനസ്സിലായി. ഫോസപ്സ് ചെയ്തെടുത്തു, കൊച്ചിനെ എടുത്തു. അപ്പൊ കൊച്ചിനെ എൻ്റെ കയ്യിൽ കാണിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഓക്കെ ആയി. അങ്ങനെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പം മറ്റേ സിനിമയ്ക്കകത്ത് ആട് ജീവിതത്തിനകത്ത് മീൻസ് ഒരാളുടെ അനുഭവമാണല്ലോ. അപ്പൊ ആളുടെ അടുത്ത് പൃഥ്വിരാജ് ചോദിക്കുന്നുണ്ടല്ലോ, ഇനി ഒരിക്കൽ കൂടി അവിടേക്ക് ഒരവസരം കിട്ടിയാൽ പോകുമെന്ന് ചോദിക്കുന്ന പോലെ എൻ്റെ അടുത്ത് ഒരു അവസരം കൂടെ കിട്ടി അവിടെ ഡെലിവറി ഞാൻ ചെയ്യൂല. എൻ്റെ പൊന്നോ, എനിക്ക് വേണ്ട. അത്രയ്ക്കും ഞാൻ ടെൻഷൻ അടിക്കുകയും എന്താ പറയാ, ഒട്ടും പ്രതീക്ഷിച്ചില്ല 4ാമത്തെ ഇങ്ങനെ ആവും എന്ന്. കാരണം ഒരു ആദ്യത്തെ ഡെലിവറി പോലെ ആയിരുന്നു എനിക്ക് ഫീൽ ആയത്. അത്രയും ഞാൻ ടെൻഷൻ അടിച്ച്, അത്രയും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. എല്ലാവർക്കും ഇതേപോലെ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എപ്പിസോട്ടമി ഒക്കെ ചെയ്തു. ഭയങ്കര വലിയ സ്റ്റിച്ചായിരുന്നു. വലിയെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടായിരുന്നു, കുറേ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഒരുപാട് ദിവസം എടുത്തത് റിക്കവറായി വരാനായിട്ട്. മൊത്തത്തിൽ
കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ. ഇങ്ങനെ ആർക്കെങ്കിലൊക്കെ അനുഭവം ഉണ്ടാവുമെങ്കിൽ കമന്റിൽ പറയാം. ഓക്കെ.